ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു നൈനൂസ് ഡ്രീമി ക്രിയേഷൻസ്. അപ്പോൾ ക്രിസ്മസ് ഇതാ അടുത്തെത്തി നമ്മുടെ. അപ്പോൾ ക്രിസ്മസിന് ഇടാനായിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ജ്വല്ലറി ഐറ്റമാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കി കാണിച്ചു തരാനായിട്ട് പോകുന്നത്. അതായത് ജ്വല്ലറി എന്ന് പറഞ്ഞാൽ ഇതുപോലെ നെക്ക് പീസായിട്ടും നമുക്ക് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഹെയർ വെയിനായിട്ടും നമുക്ക് ഇത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് കണ്ടു നോക്കാം. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുൻപായി ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഞാനിപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാനായിട്ട് പോകുന്നത് ഇതുപോലത്തെ തന്നെ വൈറ്റ് എന്താണ് പറയുക ഒരു ജ്വല്ലറിയാണ് കേട്ടോ. അതെ, അപ്പോൾ ഞാനിതിന് എടുത്തിട്ടുള്ളത് ഇതുപോലെയുള്ള കോപ്പർ വയർ എടുത്തിട്ടുണ്ട്. അത് സിൽവറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിനെ ഞാൻ ഏകദേശം ഒരു ലെങ്ത്ത് രണ്ടും ഒരേപോലെ കിട്ടാനായിട്ട് ഇതുപോലെ രണ്ടെണ്ണത്തിന് ഒപ്പം ഇതുപോലെയാണ് ഞാൻ വെച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഇതിൻ്റെ ഭാഗം വളഞ്ഞിട്ടിരിക്കുന്നത് കൊണ്ട് ഞാൻ ഒന്ന് കറക്റ്റ് ആക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കണ്ടില്ലേ, ഇവിടെ ഒരു ഷേപ്പിലല്ലാതെ അവിടെ ഇരിക്കുന്നത്, കാരണം അതങ്ങനെ വെച്ച് കൊടുത്തിട്ട്. അപ്പോൾ ഞാൻ നല്ലതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ വല്ല പെൻസിലോ അല്ലെങ്കിൽ പേനയോ എന്തെങ്കിലും ഒരു റൗണ്ട് ഷേപ്പിലുള്ള എന്തൊരു ഡിവൈസും ആവട്ടെ ഇതുപോലെ നമുക്ക് എടുക്കാം. ഇതിപ്പോൾ ഒരു അത്യാവശ്യം ഒരു ചെറിയ സൈസിലുള്ള ഒരു ലൂപ്പാണ് നമുക്ക് കിട്ടുക. നിങ്ങൾക്ക് ഇനി വലുത് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വണ്ണമുള്ള സ്കെച്ചോ അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ, മാർക്കർ പെന്ന്, അതേപോലെ അങ്ങനത്തെയൊക്കെ എന്തെങ്കിലും വെച്ചിട്ട് നമുക്ക് ഇതിങ്ങനെ ഒന്ന് ട്വിസ്റ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ സാധാരണ നോർമൽ ഒരു പെൻസിൽ വെച്ചിട്ടാണ് ഈ ഒരു ലൂപ്പ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ഫസ്റ്റ് നമ്മുടെ സ്റ്റാർട്ടിംഗ് ആയിട്ടുള്ള ഒരു ലൂപ്പ് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിനെ ഇതുപോലെ രണ്ടാക്കിയിട്ട് മാറ്റിയാണ് കേട്ടോ. ഇനി നമുക്ക് ഇതിന് എത്രത്തോളം ലെങ്ത്ത് വേണം ഈ ഒരു സംഭവം ഉണ്ടാക്കാനായിട്ട് അത്യാവശ്യം നല്ലതുപോലെ ഈ ഒരു എന്താ പറയുക വയർ ആവശ്യമുണ്ട് കേട്ടോ. നമുക്ക് ഇത്രത്തോളം എന്ന് എടുത്ത് പറയാനായിട്ട് നമുക്ക് പറ്റില്ല. അത്യാവശ്യം നല്ല നീളം വേണം. ഇപ്പോൾ 1 മീറ്റർ അല്ല, 2 മീറ്റർ 3 മീറ്റർ എങ്ങനെ നമുക്കത് ആവശ്യമാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഉണ്ടാക്കുന്നത് വൈറ്റാണ്. അതുകൊണ്ട് ഞാൻ ഫസ്റ്റ് വൈറ്റ് പേളാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. റെഡിൽ ഞാൻ ഗോൾഡൻ കളർ ബീഡാണ് വെച്ച് കൊടുത്തത്. അപ്പോൾ അതിന് പകരമായിട്ട് ഞാനിവിടെ വൈറ്റ് പേൾ വെച്ച് കൊടുക്കുന്നു, അത്ര വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ ഒരു കമ്പി കൂടെ ഈ ഒരു പേള് ബീഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് എല്ലാവർക്കും ഞാൻ മുന്നത്തെ വീഡിയോയിലൊക്കെ ചെയ്ത് കാണിച്ചു തന്നിട്ടുണ്ട് ഇതെങ്ങനെയാണ് ട്വിസ്റ്റ് ചെയ്തെടുക്കുന്നതെന്ന്. അത്ര തന്നെ ഉള്ളൂ, ഒരു ചെറിയൊരു വ്യത്യാസം മാത്രമേ ഞാൻ ഈ ഒരു ടിയാര ആണെങ്കിലും അല്ലെങ്കിൽ ഒരു നെക്ക് പീസ് ആണെങ്കിലും നമുക്ക് എന്ത് വേണമെങ്കിലായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ചെയ്തെടുക്കുന്നത് ഇങ്ങനെയാണ്. ഇതുപോലെ ഒരു സൈഡിൽ വൈറ്റ് പേള് കൊണ്ട് ഇതുപോലെ ഒന്ന് ട്വിസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഇങ്ങനെ കിട്ടും കേട്ടോ. ഇനി അതേപോലെ തന്നെ അപ്പം തന്നെ ഇപ്പുറത്തെ സൈഡിലും ഇതേപോലെ ഒരു പേള് വെച്ചിട്ട് നമുക്ക് ഇപ്പുറത്തെ സൈഡിലും അതുപോലെ ഒന്ന് ട്വിസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് 2 പേളാണ് ഫസ്റ്റ് വെച്ച് കൊടുക്കുന്നത്, അപ്പുറത്തെ സൈഡിലും ഇപ്പുറത്തെ സൈഡിലും. അത് കഴിഞ്ഞ് നമ്മൾ സെൻറ്റർ ഭാഗത്ത് പേള് വരുന്നിടത്ത് നമ്മൾ ക്രിസ്റ്റൽ വേണം വെച്ച് കൊടുക്കാനായിട്ട്. അപ്പോഴായിരിക്കും ഈ ഒരു എന്താ പറയുക നെക്ക് പീസിൻ്റെ ഭംഗി നമുക്ക് കിട്ടുക. അപ്പോൾ നിങ്ങളും അങ്ങനെ ശ്രദ്ധിക്കുക കേട്ടോ, കാരണം അതായിരിക്കും കൂടുതൽ ഭംഗി ഉണ്ടാവുക. ഒരേ കളർ വരുമ്പോൾ അത് കാണാനായിട്ട് ഭംഗി ഉണ്ടാവില്ല. ഭംഗി ഉണ്ടാവും കേട്ടോ, അതിൻ്റേതായ ഭംഗി അതിനുണ്ടാവും. പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇതിൻ്റേതായ ഭംഗി ഇതിനും ഉണ്ടാവും, അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ എന്നിട്ട് രണ്ടും കൂടി ഒന്ന് ഒരു 2-3 പ്രാവശ്യം ഒന്ന് ട്വിസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ ഇതിൻ്റെ സെൻറ്റർ ഭാഗത്തോട്ടേക്ക് നമ്മുടെ ക്രിസ്റ്റൽ വൈറ്റ് ക്രിസ്റ്റലാണ് വെച്ച് കൊടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ഏതാണോ ഫസ്റ്റ് ആദ്യം വന്ന് കിടക്കുന്ന കമ്പി, ആ കമ്പിയിലോട്ട് ഇതുപോലെ ഒരു ക്രിസ്റ്റൽ വൈറ്റ് ക്രിസ്റ്റൽ കേട്ടോ. അപ്പോൾ മറ്റേതിൽ ഞാൻ റെഡ് ക്രിസ്റ്റലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഞാൻ വൈറ്റ് ക്രിസ്റ്റലാണ് ഉപയോഗിക്കുന്നത്. ഇനി നിങ്ങൾക്ക് വേറെ ഡ്രസ്സിൻ്റെ കളർ അനുസരിച്ച് നിങ്ങൾക്ക് ഏത് കളറാണോ വേണ്ടത് ആ മുത്ത് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇപ്പോൾ ഞാനിവിടെ വൈറ്റ് ചെയ്യുന്നതുകൊണ്ട് വൈറ്റ് ക്രിസ്റ്റൽ തന്നെയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനും ഇതേപോലെ സെൻറ്റർ ഭാഗത്തേക്ക് എത്രത്തോളം ലെങ്ത്ത് വേണമെന്നൊന്ന് ആദ്യം ഒന്ന് വെച്ച് നോക്കുക. അതിനുശേഷം ഇതിന് സൈഡിലോട്ടാക്കിയിട്ട് തന്നെ ഒന്ന് ട്വിസ്റ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം അതിനെ നേരെ സെൻറ്റർ ഭാഗത്തോട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. കണ്ടില്ലേ? അപ്പോൾ ഇത്രയേ ഉള്ളൂ. അതിനുശേഷം നമ്മൾ വീണ്ടും ഒരു 3-4 തവണ ഇതിനെ ട്വിസ്റ്റ് ചെയ്യണം. കാരണം നമുക്ക് എത്രത്തോളം ലെങ്ത്ത് ആവശ്യമുണ്ടെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് ചെയ്യുക. അടുപ്പിച്ചിട്ടാണ് വേണ്ടതെന്നെങ്കിൽ ഇതുപോലെ 2-3 പ്രാവശ്യം ഒന്ന് ട്വിസ്റ്റ് ചെയ്യുക. അതല്ല കുറച്ചും കൂടി കൂടുതൽ ലെങ്ത്തിൽ നമുക്ക് വിട്ടിട്ടാണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് കുറച്ചുകൂടി ട്വിസ്റ്റ് ചെയ്യാം കേട്ടോ.
അപ്പോൾ ഇപ്പോൾ ഞാൻ ഇനി ചെയ്യാൻ പോകുന്നത്, നമ്മളിപ്പോൾ ഫസ്റ്റ് പേളാണ് വെച്ച് കൊടുത്തത്, ഇനി നമ്മൾ വീണ്ടും ക്രിസ്റ്റലാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ വിട്ട് ഇതുപോലെ പേളും ക്രിസ്റ്റലും വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഇനി ക്രിസ്റ്റൽ വെച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ സെൻറ്റർ ഭാഗത്ത് വരുന്നത് പേളായിരിക്കണം. അപ്പോഴായിരിക്കും ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ഭംഗി നിങ്ങൾക്ക് ഇവിടെ കിട്ടുക. അപ്പോൾ ഫസ്റ്റ് പേള് വെച്ച് കൊടുക്കുമ്പോൾ സെൻറ്റർ ഭാഗത്ത് ക്രിസ്റ്റലും വരണം, അതേപോലെ ക്രിസ്റ്റൽ വെച്ച് കൊടുക്കുന്ന സമയത്ത് സെൻറ്റർ ഭാഗത്ത് പേളും വരണം. അങ്ങനെയാണ് കേട്ടോ ഞാനിത് മൊത്തത്തിൽ ചെയ്തെടുക്കുന്നത്. അപ്പോഴാണ് ഞാനിപ്പോൾ ഈ കാണിച്ചു തന്ന ഈ ഒരു ടിയാരയുടെ ഭംഗി കിട്ടുക. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ടിയാര ആയിട്ടും ഉപയോഗിക്കാം, അല്ലെങ്കിൽ നെക്ക് പീസായിട്ടും ഉപയോഗിക്കാം. ഇനി വലിയവർക്ക് ബാക്കിൽ മുല്ലപ്പൂവൊക്കെ വെക്കുന്നത് പോലെ അങ്ങനെ മുടിയൊക്കെ നല്ല അടിപൊളിയായിട്ട് സ്റ്റൈൽ ചെയ്തിട്ട് അങ്ങനെ വേണമെങ്കിലും വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു ക്രിസ്റ്റൽ 2 സൈഡും വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതാ നമ്മുടെ ചൂണ്ടുവിരൽ ഇതുപോലെ അതിൻ്റെ ഇടയിൽ വെച്ചിട്ട് ഒരു 2 പ്രാവശ്യം ഒന്ന് ട്വിസ്റ്റ് ചെയ്തെടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ സെൻറ്റർ ഭാഗത്തോട്ട് ഇപ്പോൾ ക്രിസ്റ്റൽ അല്ലേ വെച്ചിട്ടുള്ളത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു ക്രിസ്റ്റൽ വരുമ്പോൾ അവിടെ എന്താണ് വരേണ്ടത്, നമ്മുടെ പേളാണ് വരേണ്ടത്. അപ്പോൾ ദാ ഇതുപോലെ പേള് നമ്മൾ ഇതേപോലെ വെച്ച് കൊടുത്തു. നേരത്തെ നമ്മൾ ചെയ്തതുപോലെ തന്നെ എത്രത്തോളം ലെങ്ത്ത് വേണമെന്ന് നോക്കിയിട്ട് അതിലോട്ട് ഇതുപോലെ പേള് വെച്ചിട്ട് ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ സെൻറ്റർ ഭാഗത്തോട്ട് ഈ ഒരു പേള് വെച്ച് കൊടുക്കുക. കണ്ടില്ലേ, അപ്പോൾ ഇതിപ്പോൾ വരിക ഒരു 6 പോലെ ആയിരിക്കും കേട്ടോ. ഒരു സൈഡിൽ വൈറ്റ് ക്രിസ്റ്റൽ വരും, അടുത്തത് നമ്മുടെ വൈറ്റ് ക്രിസ്റ്റൽ വരും കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഇത് വരിക. അപ്പോൾ നിങ്ങൾക്കിത് ചെയ്ത് കഴിയുമ്പോൾ മനസ്സിലാവും ഏത് സൈഡിൽ ഏത് വരും, മറ്റേ സൈഡിൽ ഏത് വരും എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. ഇതുപോലെ ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ തന്നെ നമുക്ക് എത്രത്തോളം ലെങ്ത്ത് വേണോ അതിനനുസരിച്ച് നമുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ നെക്ക് പീസ് ആകുമ്പോൾ നമുക്ക് നമ്മുടെ കഴുത്തിൻ്റെ ഏകദേശം ഒരു അളവിനനുസരിച്ച് നമുക്കത് ചെയ്തെടുക്കാം. അതല്ല ഇനി ഹെയർ ബാൻഡ് പോലെ ഹെയർ ബോ പോലെയൊക്കെ വെക്കാനാണെങ്കിൽ ആ ഒരു ലെങ്ത്ത് നോക്കിയിട്ട് അതിനനുസരിച്ച് ചെയ്യാം. അപ്പോൾ ഹെയർ ബോ ഒക്കെ ആവുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല ലെങ്ത്ത് വേണ്ടി വരും കേട്ടോ. അപ്പോൾ ഞാനിതാ ഇപ്പോൾ ഇവിടെ ഞാനിപ്പോൾ ഇത് നെക്ക് പീസല്ല ഹെയർ ബാൻഡ് പോലെ തന്നെയായിട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത് മോൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ബാക്കി വരുന്ന ഭാഗം ഞാനിതാ ഇതുപോലെ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ എനിക്ക് ഇങ്ങനെ ചെയ്തപ്പോൾ എനിക്ക് അത്യാവശ്യം എന്താ പറയുക കൂടുതൽ ബാലൻസ് കട്ട് ചെയ്ത് കളയേണ്ട ആവശ്യമൊന്നും വന്നിട്ടില്ല. പിന്നെ നമ്മൾ ഫസ്റ്റ് ഏത് സാധനമാണോ നമ്മൾ ആ ലൂപ്പ് ഉണ്ടാക്കാനായിട്ട് എടുത്തിട്ടുള്ളത് അതേ സാധനം തന്നെ നമ്മൾ ലാസ്റ്റിൽ ചെയ്യുമ്പോഴും എടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ നമ്മൾ ഫസ്റ്റ് എടുത്ത ആ ഒരു പെൻസിൽ തന്നെയാണ് ഈ ലാസ്റ്റ് ചെയ്യാനായിട്ടും എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതുപോലെ നല്ലതുപോലെ ഒന്ന് ചുറ്റി കൊടുത്തു. അതിനുശേഷം ബാക്കി വരുന്ന ഭാഗം കൂടി ഒന്ന് അത്യാവശ്യം നല്ലതുപോലെ നിൽക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് കേട്ടോ അങ്ങനെ ചുറ്റി കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞാൽ കുറച്ച് ബാക്കി വരുന്ന ഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം മോൻ ഇവിടെ ഉണ്ട് കേട്ടോ, അതുകൊണ്ടാണ് ഇടയ്ക്ക് സൗണ്ട് കേൾക്കുന്നത്. അപ്പോൾ ഇതാണ് ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള എന്താ പറയുക നമ്മുടെ ഹെയർ വെയിന് ഇതാണ്. അല്ലെങ്കിൽ നമ്മുടെ നെക്ക് പീസ്, അതായത് നെക്കിൽ ഇടാൻ പറ്റുന്ന ഒരു ജ്വല്ലറി മാലയോ അങ്ങനെയായിട്ട് നിങ്ങൾക്ക് അതുമായിട്ടും ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് ഞാനിങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഫസ്റ്റ് ചെയ്ത് വരുമ്പോൾ കുറച്ചൊരു വളവൊക്കെ ഉണ്ടാവും. അതായത് ഇതിങ്ങനെ നമ്മൾ ചെയ്ത് വരുന്തോറും ഇങ്ങനെ ഒരു വളവിൽ നിൽക്കുകയാണ്, അതൊന്ന് സ്ട്രൈറ്റ് ആക്കിയാൽ മതി കേട്ടോ, വേറെ ഒരു പ്രശ്നമില്ല. അപ്പോൾ ഇതാണ് ഞാൻ ചെയ്തെടുത്തത്. ഇതിൽ ഏതാണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്നൊന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. ഞാൻ നേരത്തെ ഇട്ട വീഡിയോയിൽ ഇതേപോലെ ഞാൻ ചോദിച്ചപ്പോൾ എല്ലാവർക്കും എനിക്ക് ഇഷ്ടപ്പെട്ടത് തന്നെയാണ് നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടത്. അപ്പോൾ അത് കാണുമ്പോൾ നിങ്ങളിങ്ങനെ കമൻറ്റ് ചെയ്യുമ്പോൾ എനിക്കൊരു സന്തോഷം ഉണ്ടായി കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഇതിലേതാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് പറയണേ. അപ്പോൾ കണ്ടില്ലേ, നമ്മൾ തലയിൽ വെച്ച് കഴിയുമ്പോഴും അതേപോലെ നെക്കിൽ വെച്ച് കഴിയുമ്പോഴും അതിൻ്റേതായ ഭംഗി ഇതിന് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ പറയുന്നത് കൂടാതെ നിങ്ങൾ തന്നെ സ്വയം ചെയ്തിട്ട് നിങ്ങൾ ഇതുപോലെ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്കറിയാം ഇതിൻ്റെ ഭംഗി എത്രത്തോളം ഉണ്ടെന്ന്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അഡ്വാൻസ് ആയിട്ട് ഹാപ്പി ക്രിസ്മസ്. താങ്ക് യു ഫോർ വാച്ചിങ്.